ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മ ഇന്ന് ഒരു 9 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ എങ്ങനെ ആയിരിക്കും ഓട്ടം? അപ്പോൾ നോർമലി രാവിലത്തെ പോലെ പീക്ക് ടൈം സൺഡേ ഉണ്ടാവുമോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഉണ്ടാവില്ല എന്നാണ് തോന്നണത്. പിന്നെ അതേപോലെ തന്നെ ബ്ലോക്കും ചിലപ്പോൾ കുറവായിരിക്കും. ഒരു വൈകിട്ടൊക്കെ കഴിയുമ്പോൾ നല്ല റേറ്റും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഓട്ടോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇന്നൊന്ന് നാട്ടിൽ പോകാൻ നിർത്തിക്കണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇച്ചിരി നേരത്തെ പോയി ഓടിയിട്ട് വൈകിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയേക്കണാണ്. അപ്പോൾ 9:04 അപ്പോൾ ഇന്നെങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കും, എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാമല്ലാന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പിന്നെ ഡബിൾ ഡ്രൈവറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ഡ്രൈവർ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരാൻ നേരത്ത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തയ്യാറായിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒന്നാമത് റെന്റ് പകുതി വരുള്ളൂ. ഒരു 150 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അതിൽ 70 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതേപോലെ നമുക്ക് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓടാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇന്നെങ്ങനെ ഇരിക്കും, ഞാൻ അതേപോലെ ഓണാക്കാൻ പോണാണ്. എങ്ങനെ ഇരിക്കും, എന്തായിരിക്കും അവസ്ഥ, പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഓണടിയാ സഹിക്കാൻ പറ്റാതെ, പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, എന്തായിരിക്കും, എങ്ങനെയാണെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓൺലൈനിലാക്കാൻ പോണാണ്. പെട്ടെന്ന് കിട്ടുമോന്നൊന്നും അറിയില്ല, നോർമലി കിട്ടണ പോലെ. എന്നാലും അങ്ങനെ കിട്ടാതിരിക്കുന്നില്ല. ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ബൊമ്മനഹള്ളി. കുഴപ്പമില്ലാത്ത ട്രിപ്പാണ്. 6 കിലോമീറ്റർ 180 രൂപ ആ റേഞ്ച്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ പോയി. 400 മീറ്റർ ഉള്ളത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഒരു മലയാളിയായിരുന്നു, നമ്മൾ താമസിക്കണതിന്റെ അവിടെ നിന്ന് തന്നെയായിരുന്നു. 196 രൂപ കിട്ടി. അപ്പോൾ അതിലെനിക്ക് ടോട്ടലി അവനൊരു 350 രൂപ ആയിരുന്നത്. കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടായോണ്ടിട്ടും പിന്നെ വഴിയൊന്ന് അവരിട്ട ലൊക്കേഷൻ തെറ്റിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് പൈസ കൂടുതൽ വന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഒരു 350 കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഈ ട്രിപ്പ് കുറേ നേരം അക്സെപ്റ്റ് ചെയ്തിട്ട് വിളിച്ചോണ്ടിരിക്കണേ, പെട്ടെന്ന് പോയി പിക്ക് ചെയ്തേ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്ന വഴിക്ക് 2-3 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. ട്രാഫിക് കുഴപ്പമില്ല, കുറവുണ്ട് അത്യാവശ്യം. പിന്നെ ഇപ്പൊ അടുത്ത ട്രിപ്പും ഓൾറെഡി അടിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ചെറിയ ട്രിപ്പാണ്. റേറ്റും അതേപോലെ കുറവാണ്. ഇപ്പോ ഒരു 4 കിലോമീറ്ററിന് 110 രൂപ ഒക്കെ കാണിച്ചേക്കണം. എന്തായാലും പോയി പിക്ക് ചെയ്തേ. അങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയുള്ള ഒരു ടീമുകളായിരുന്നു. ഫാമിലി ആയിട്ട് കുറെ പേര് വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ ട്രിപ്പ് വന്ന അടുത്ത ട്രിപ്പ് കിട്ടിയുണ്ട്, പിക്ക് ചെയ്യാൻ മണി. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേണ്ട ഇപ്പൊ വന്നവഴിക്ക് വേറെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. അതിന്റെ ലൊക്കേഷനാണ്, അതായത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. പിന്നെ പെട്ടെന്ന് നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ അത്ര ബ്ലോക്കൊന്നും ഇല്ല. പെട്ടെന്ന് ട്രിപ്പ് ഇപ്പൊ എടുക്കാൻ പോണ 5ാമത്തെ ട്രിപ്പാണ്. അപ്പോ അങ്ങനെയൊക്കെ ഉപകാരമുണ്ട്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ അതിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ട്രിപ്പ് അടിച്ചായിരുന്നു. 5 ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നേരത്തെ പിന്നെ ബ്ലോക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ഈ വന്ന ട്രിപ്പിൽ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്നാവോ. ഇനി ഉച്ചയൊക്കെ കഴിയുമ്പോ ചിലപ്പോ ബ്ലോക്ക് കൂടി വരും. അടുത്തടിച്ചിട്ടുണ്ട് 535 കിലോമീറ്റർ ഓടണം. എന്തായാലും എടുത്തിട്ടുണ്ട്. 35 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും പോയി ഡ്രോപ്പ് ചെയ്യാൻ നോക്കാം. 25 കിലോമീറ്റർ 23 മിനിറ്റ്. അങ്ങനെ മൈസൂര് എക്സ്പ്രസ് ഹൈവേ പിടിച്ചാകുമ്പോ പോകുന്നത്. ആ ട്രിപ്പിൽ 512 കിട്ടി. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. പക്ഷേ ടോട്ടൽ ഇപ്പൊ 1354 രൂപയുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. പക്ഷെ ഒരു കടയിലൊന്ന് കയറി ഒരു ടോയ് ഒക്കെ മേടിക്കാണ്ട് എനിക്കപ്പോ അങ്ങനെ
കുറച്ച് ഒരു 5 മിനിറ്റ് പുള്ളി വെയിറ്റ് ചെയ്ത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഞാൻ മടിവാളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു 60 സംതിങ് കിലോമീറ്റർ കാണിക്കണേ നമ്മളെ റൂമിന്റെ അങ്ങോട്ട്. ഇവിടെ നിന്ന് സംഭവം ട്രിപ്പ് ഇന്റർസിറ്റി ആയിരുന്നു. എന്തായാലും പതിയെ ഓടിച്ചു നോക്കാന്ന് ഓർത്താണ്. പിന്നെ പെട്ടെന്ന് എത്തും. ഈ ഇവിടെ ഞാൻ നിന്ന സ്ഥലം വരെ പെട്ടെന്ന് എത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും ട്രാഫിക് ഉള്ളത്. ചിലപ്പോ ചെറിയ ട്രിപ്പ് അടിക്കുമായിരിക്കും. ഞാൻ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടേക്കാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം നോർത്താം. ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോകാലാന്ന് ഓർത്തിക്കണേ. ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഓടണം. മിക്കവാറും ഇതുവരെ ട്രിപ്പൊന്നും വന്നിട്ടില്ല. പെടുവാന്നറിയാൻ പോലെ. എന്തായാലും വെള്ളമൊക്കെ അടിച്ച് കുടിച്ചിട്ട് പോവാൻ സാവധാനം. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. 3 കിലോമീറ്റർ കാണിക്കണം. 3.6 കിലോമീറ്റർ കാണിക്കണം. വൈകിട്ട് നാട്ടിപ്പോൾ എത്തിയാൽ മതി. ഇറന്ന് തിരിച്ച് റൂമിന്റെ അങ്ങോട്ട് ഔട്ട് സൈഡ് സിറ്റി. നമ്മ ഇത് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മ ഇട്ടേക്കണ അല്ലാണ്ട് വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് അടിക്കണമെങ്കിൽ ഔട്ട് സൈഡ് സിറ്റി എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും. നോക്കിയപ്പോ അങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ ഫ്രണ്ട് ഇതേപോലെ പോയിട്ട് ചെന്നൈയിലെത്തിയത് പോയി. അവര് വിളിക്കൊണ്ടോ തോന്നുന്നു പോട്ടെ. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതില് എത്ര കിട്ടി? 339 കിട്ടി. ഇങ്ങോട്ടുള്ള വഴി തന്നെയായിരുന്നു സംഭവം. പക്ഷെ ഇപ്പൊ ഒരു പണി കിട്ടിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പുള്ളി വിളിച്ചിട്ട് വന്നണ്ടാന്ന് ചോദിച്ചു. പക്ഷെ ഇത് കണ്ട, ഞാൻ തിരിച്ചു വിളിച്ചിട്ട് എടുക്കണില്ല. പോയി നോക്കാന്ന് വെച്ചാൽ 15 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ആള് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പെടും. കാരണം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പതിയെ ക്യാൻസൽ ചെയ്തിട്ട് എന്താന്ന് വെച്ചാ വേറെ ട്രിപ്പ് നോക്കാലോന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കണാണ്. ഇവിടെ വിളിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. നോ രക്ഷ. പുള്ളി എടുക്കുന്നില്ല. പതിയെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ അടുത്ത ട്രിപ്പ് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് പുള്ളി എടുത്തില്ലെങ്കിൽ, പുള്ളിനെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ പെടും. ഇത്രയും കിലോമീറ്റർ കാലിക്ക് ഓടിക്കേണ്ടി വരും. ഒരു ഉള്ളേരിയല്ലേ. ഇപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. കൊങ്കേരി ബാംഗ്ലൂർ ഭാഗത്തേക്കാണ്. പക്ഷെ ഇതും 15 കിലോമീറ്റർ ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് നോക്കാം. പുള്ളീനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂര് ഭാഗത്തേക്കാണ്. ആ ട്രിപ്പ് എടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പെടും. ഈ ഏരിയ വിട്ട് പോവാൻ സമ്മതിക്കണല്ലേട്ടാ. ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന ഡ്രോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് രണ്ടാമത്തെ ട്രിപ്പ് എടുത്തത്. എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അടുത്ത പിക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ തന്നെ. ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കളിക്കേണ്ടി വരും. അങ്ങനെ അവരെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കെങ്കേരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഡ്രോപ്പ് ചെയ്ത മെട്രോ സ്റ്റേഷൻ. അപ്പൊ അതില് എനിക്കൊരു 600 രൂപ കിട്ടിയിട്ടുണ്ട്. 604 രൂപ. ടോട്ടൽ അപ്പൊ 2328 രൂപ. അപ്പൊ കുറച്ച് CNG ഒക്കെ ഫില്ല് ചെയ്തിട്ടേക്കാം എന്നോർത്താണ്. എന്തായാലും വണ്ടി ഇനി അവനിക്ക് കൊടുക്കാൻ നേരത്ത് CNG ഫില്ലാക്കി വേണം കൊടുക്കാം. അപ്പൊ കുറച്ചടിച്ചിട്ടേക്കാം. ഇല്ലെങ്കിൽ പിന്നെ പമ്പും തിരക്ക് കിടക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോ വലിയ തിരക്കില്ല. ഇവിടത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ CNG പമ്പുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതിന്റെ ഉള്ളിൽ വേറെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അവര് ക്യാൻസൽ ചെയ്യോ വെയിറ്റ് ചെയ്യോ എന്താണെന്നറിയില്ല. എന്തായാലും നോക്കാം. നേരം അവിടെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഹൈവേയിൽ ഓടിയിട്ട് എന്ത് സുഖമായിരുന്നാ. സിറ്റിയിലേക്ക് വന്ന് ബാംഗ്ലൂരേക്ക് കയറി. പിന്നെ വൈകിട്ട് പോയതാ. ആ ഒരു തിരക്കായിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. എന്തായാലും അവരിതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. വിളിച്ചപ്പോ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ഞാൻ. CNG കുറച്ചടിച്ചിട്ട് ഇതേ പോണേ പിക്ക് ചെയ്യാൻ. ഭാഗ്യത്തിന് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ ഈ ട്രിപ്പോടുകൂടി ചിലപ്പോ നിർത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞാൽ എനിക്ക് പോവാനുള്ള അതിന്റെ കുറച്ച് പരിപാടിയാണ്ട്. ഇപ്പൊ 5 മണിയായി. പിന്നെ എന്താണ്, ഈ ട്രിപ്പ് നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അത്രയും ലോങ്ങേ ഉള്ളു. അപ്പൊ എന്തായാലും പിക്ക് ചിലപ്പോ നിർത്താന്ന് ഓർത്തായിരിക്കണത്. അപ്പൊ ലാസ്റ്റ് ട്രിപ്പ് അല്ല, മഹാത്മാഗാന്ധി റോഡ് ട്രിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോവാനുള്ള കൊണ്ടിട്ടേ ഞാൻ ഇപ്പൊ നമ്മുടെ അങ്ങോട്ടുള്ള
ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടലി 2620 രൂപയായി. നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളു. ഇനി ഒരു 10 ട്രിപ്പ് ആക്കണമെന്നുണ്ടായി. 9 ട്രിപ്പ് ആയിട്ടുള്ളു. ഒരെണ്ണം വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. മിക്കവാറും ഇപ്പൊ തന്നെ ക്യാൻസൽ ആക്കും. നോക്കട്ടെ, വിളിച്ചോട്ടെ. അങ്ങനെ അതും എടുക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് എല്ലായിടത്തും. കുറെ സിഗ്നൽ ഉണ്ട് ഇവിടെ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോണം. എന്തായാലും അതും കൂടി ക്ലോസ് ചെയ്തിട്ട് നിർത്താനുള്ള പരിപാടിയാണ്. ലാസ്റ്റ് ട്രിപ്പാണല്ല. ചെറിയൊരു മടി ഉണ്ടായെങ്കിലും ഇതുണ്ടാവില്ല. 10 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2970 രൂപ. എനിക്ക് ഒരു ചില്ലറ 50 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ടായി. അപ്പൊ 3000 രൂപ എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട്. മടി എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല, ഈ റൂമിൽ വന്നിട്ട് എനിക്കിന്ന് രാത്രി ബസ് ഉണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാ മടി. എന്തായാലും നമ്മ 10 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം നിർത്തിയിട്ടുണ്ട്. സമയം ഒരു 7:45. ഒരു 7:30 ആയപ്പോ കഴിഞ്ഞാണ്. ഞാൻ ഇപ്പൊ ഒരു 5-10 മിനിറ്റ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ സൺഡേ ആയിട്ട് രാവിലെ ഒന്നും എത്ര ബ്ലോക്കില്ല. റേറ്റ് വെച്ചിട്ട് കുറവായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പക്ഷെ പെട്ടുപോകുന്നതാണ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. കാരണം ആ ഒരു കുറച്ചുള്ള ഏരിയയിലേക്ക് പോയിട്ടുണ്ടായി. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി അങ്ങോട്ട് പോയിട്ടാ. കാരണം ഈ ട്രാഫിക് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ അവിടെ. അപ്പോ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖത്തിൽ ഓടിക്കാറുണ്ട്. ഞാൻ കാണിച്ച പോലെ തന്നെ 25 കിലോമീറ്റർ 23 മിനിറ്റ് അങ്ങനെ വരെ ഓടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോ പിന്നെ നമ്മൾ ഡബിൾ ഡ്രൈവർ ആയതുകൊണ്ടിട്ട് നമുക്ക് ഈ എമൗണ്ടിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് CNG അടിക്കാൻ വരും. അപ്പോ കൂടി വന്നവര് 800 രൂപ എനിക്ക് ഇന്നത്തെ CNG ആയിട്ടുണ്ടാവും. അത്ര ആവാനേ വഴിയുള്ളൂ. കാരണം ഇതിൻ്റെ അത് ബാലൻസ് ഉണ്ട്. 800 രൂപ ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോ കാരണം എനിക്ക് കറക്റ്റ് കണക്ക് പറയാത്ത പറഞ്ഞല്ല, നമ്മ അടിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് ഒന്ന് പകുതി ഫില്ല് ചെയ്തിട്ടാ. അപ്പം ഇനി അവൻ വണ്ടി കൊടുത്തു കഴിയുമ്പോൾ അവൻ അടിച്ചിട്ട് എനിക്ക് എത്രയെന്ന് പറയുള്ളൂ. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ 180 കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട്. പിന്നെ ഡബിൾ ഡ്രൈവറാണ് നമ്മൾ. കാരണം 150 രൂപ റെന്റ് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ലാഭമാണ് സംഭവം. പിന്നെ ഒറ്റക്ക് നല്ല രീതിക്ക് ഓടാൻ മൈൻഡുള്ളവരാണെങ്കിൽ സിംഗിൾ ഡ്രൈവറായിട്ട് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഓടണം. കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാണ്ട് ഒരു പണി നടക്കൂല. എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതും പറഞ്ഞിട്ട് ഇതിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ കുറേ പ്ലാൻ ഉണ്ട്. ഈ PMB പോലെ തന്നെ ഒരുപാട് പ്ലാൻ ഉണ്ട്. എനിക്കപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയതാണ്. ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ അറിവിലേക്ക് തന്നെയാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും തന്നെയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കൊടുത്താൽ നമുക്ക് മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പതിയെ റൂമിലേക്ക് പോകണം. ഇന്നത്തെ കാര്യം ഇത്രയൊക്കെ ഉള്ളു.